വേഗം കൊണ്ടുപോടാ. ഉറക്കം വന്നിട്ട് വയ്യ. നീ പോയി ഉറങ്ങിക്കോ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. നിങ്ങൾ എല്ലാരും കൂടി സഹകരിച്ചൊന്ന് കഴിക്കോ. ഓ കഴിക്കോളാമേ. ആ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിങ്ങളിത് കൈകാര്യം ചെയ്ത ശേഷം രാവിലെ എന്നോട് പറഞ്ഞാ മതി. ഒത്തുപിടിച്ചാ വേഗം പണി തീരും. ആ നമ്മുടെ പണി വേഗം തീരുന്ന ലക്ഷണമാ. ഇവിടത്തെ സാറുമാര് മൂക്കറ്റം തിന്ന് കൂർക്കവും വലിച്ച് കിടന്നുറക്കം. നമ്മുടെ ഒരു കഷ്ടപ്പാട്. അനാഥരായി ജനിച്ചു പോയില്ലേ. എനിക്കിവിടെ ഇങ്ങനെ വല്ലവനും തിന്നുന്ന ചട്ടിയും കലവും കഴുകി കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല. പിന്നെന്തിനാ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? വെറുതെ പട്ടിണി ഇറന്ന് ചാണ്ടെന്ന് എഴുതിയാ. എടാ എല്ല് മുറിയെ പണി ചെയ്താ പല്ല് മുറി, എന്നിട്ട് എല്ല് മുറിയുന്നതല്ലാതെ പല്ല് മുറിയുന്നില്ലല്ലോ. എടാ നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ശിശുദിനത്തിനും ഓണത്തിനും ഓരോരുത്തരും എത്ര കാശ് എവിടെ കൊണ്ട് കൊടുക്കുന്നത്? അതിന് വല്ല ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ആ ചെമ്പൂതത്തിന്റെ വെട്ടിപ്പോണ്ട ഇതൊക്കെ. നിങ്ങൾ നോക്കിയോ, ഞാനൊരു അയാളുടെ ഡയപ്പർ ഒടിച്ച് പൊട്ടിക്കും. ഓ അയാളങ്ങ് നിന്നേരാൻ പോവാ പൊട്ടിച്ചോടാന്ന് പറഞ്ഞു. ഒന്ന് പോടാ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പാർട്ടി ഉണ്ടാക്കിയാലോ? എന്ത് പാർട്ടി? ഓൾ കേരള അനാഥ പാർട്ടി. എങ്കിൽ പിന്നെ ചെമ്പൂതത്തിന്റെ കൈകൊണ്ടായിരിക്കും നമ്മുടെ അന്ത്യം. ചോദിക്കാനും പറയാനും നമുക്കാരും ഇല്ലല്ലോ. എടാ എന്റെ അച്ഛനാരും അമ്മയാരെന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറയാം, അച്ഛൻ ഒരാണും അമ്മ ഒരു പെണ്ണും. എന്നെ ഇവർക്ക് കിട്ടിയത് ഒരു കുപ്പ തൊട്ടീന്നാ. ചുമ്മാതല്ല, നിന്റെ അടുത്ത് വരുമ്പോ ഒരു ചീഞ്ഞ നാറ്റം. വേഗം വാ, പെട്ടെന്നെല്ലാം റെഡി ആയിക്കൊള്ളണം. വാങ്ങോട്ട് വാ. ചെമ്പൂതം കുളിക്കാൻ അല്പം വെള്ളം കോരി വെക്കാൻ പറഞ്ഞ നിന്റെയൊക്കെ സൗകര്യത്തിൽ നിൽക്കണം അല്ലേ? തന്തയും തള്ളല നിന്നെയൊക്കെ തീറ്റാമെങ്കിൽ അനുസരിപ്പിക്കാൻ എനിക്ക് അറിയണം. എല്ലാവന്മാരും ഇത് ശരിക്കും കണ്ടോ? നാളെ നിന്റെയൊക്കെ അനുഭവം ഇതായിരിക്കും. ജോജി, എടാ ജോജി എണീക്കടാ. ആ കരിമ്പൂത് നിന്നത്തേന് നടക്കുന്നു. അയാൾക്ക് വേറെ പണിയില്ല. പാവം പൊടിയൻ കല്ലുപ്പിന്റെ മോളിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞു. ചെമ്പൂതം കണ്ണിച്ചോര ഇല്ലാത്തവൻ. ഒരു കരിമ്പൂതവും ഒരു ചെമ്പൂതവും കുറെ നാളായി സഹിക്കുന്നു. ഇന്നൊരു പണി കൊടുക്കണം. സൂക്ഷിക്കണം, അറിയാലോ അനുഭവം. നീ പേടിക്കണ്ട. ജോജി, നിനക്ക് മാത്രം നേരം വെളുത്തില്ല അല്ലേ? എഴുന്നേക്കണം. ഇന്നലെ രാത്രി വൈകിയാ കിടന്നത്. എനിക്കൊട്ടും വയ്യ. വയ്യെങ്കിൽ എഴുന്നേറ്റ് ബുദ്ധിമുട്ടണ്ട. ഞാൻ പോയി താരാട്ട് പാടി ഉറക്കാൻ ആളെ ഏർപ്പാടാക്കാം.
താലപ്പൊലി എഴുന്നള്ളത്തോ കൊണ്ടല്ല നീ എഴുന്നേക്കൊല്ലടാ. അവന്റെ ഒരു ഒടുക്കത്തെ ഉറക്കങ്ങളെ പട്ടിയവന്റെ എല്ലൊടിക്കണം. അയ്യോ തുണി വെക്കണോ? എന്റെ അല്ല അവന്റെ തുണി വെക്കണോ? എവിടെവൻ ആ കുർത്തം കിട്ടവനെ മുട്ടേനെ ഓടിക്കോ. എവിടെ നോക്കിയാണോ ഓടുന്നത്? അവൻ എന്റെ കൈ കിട്ടിയ എവിടെ ഈ ഏരിയയിൽ എവിടെ ഉണ്ടെങ്കിലും അവനെ പൊക്കണം. അത് ഞാൻ ഏറ്റു. കൂടി വന്നാ 10-25 കിലോയിലെ കാണൂ. നമുക്ക് പൊക്കാം. ഈടാ മണ്ട, ആ പൊക്കലല്ല. പിന്നെ അവനെ എവിടെ വെച്ച് കാണുന്നു അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറയും. ഞാൻ എപ്പോ ഓക്കെ എന്ന് പറയുന്നു അപ്പൊ അടിച്ചോണം. ഓക്കെ? ഇതെവിടെ ഈ വെള്ളം? ഈ കിണറ്റിനായിരിക്കും. ചിലപ്പോ കിണറ്റിലെ തിരളക്കുമായിരിക്കും. കിണർ ഇടിഞ്ഞ് താഴുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാം. ഓക്കെ? മനക്കുട്ടിയാൻ വെച്ചിട്ടുണ്ടോ? അണപ്പല്ല പോയത്. ഇതെവിടെ ചുവന്ന വെള്ളം? ആ പത്രത്തിൽ വായിച്ചില്ലേ ചോമ്പുഴയിൽ നിന്ന്? അതായിരിക്കും. എരി എരി എരിയോ? ഭയങ്കര ഭയങ്കര ആസിഡ് മഴ പെയ്തു പറഞ്ഞില്ലേ? അതുപോലെ മുളക് മഴ പെയ്തായിരിക്കും. എന്റെ അമ്മ കണ്ണു തീർന്നേ. അവനെ അവനെ എവിടെ കണ്ടാലും കണ്ടുപോയി. ആരെങ്കിലും ഈ മൂട്ടി നാണിയൊന്ന് ഊരടാ. പത്രം വായിക്കാൻ കണ്ടൊരു സമയം ഊരടോ. ഷർട്ടല്ല ഇത് ഊരടോ. വലിക്ക് 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 വലിക്കടോ. പിന്നെ കൊല്ലണോ ഞാൻ? എടാ നിങ്ങളോട് പറഞ്ഞു. കയറ് മുറിക്കരുത്. ഇവിടെ കയറ് മുറിക്കരുത്.